ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ വർക്കിന് ഇറങ്ങുകയാണ്. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരു കാർ സ്പ്രേ ഉണ്ട്, ഒരു പഴമുണ്ട്, ചാവിയുണ്ട്, പിന്നെ നമ്മളെ ടർക്കി നനച്ചെടുത്തിട്ടുണ്ട്, ഒരു കുപ്പി വെള്ളവും. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളിവിടെ തുടങ്ങാൻ പോവാണ്. വണ്ടി ഇവിടെ പുറത്താണ് ഇട്ടിട്ടുള്ളത്. എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചുക്കണം നോക്കട്ടെ. ഇല്ല, ഇന്നലത്തെ പോലെ ഇന്ന് പട്ടയും കാര്യങ്ങളൊന്നുമില്ല. വണ്ടി സേഫാണ്. ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ. മഴ പെയ്തിട്ടില്ല, പക്ഷേ ഒരു ഇളം കാറ്റുണ്ട്. നല്ലൊരു കാറ്റും ചെറിയൊരു നിലാവും അടിപൊളിയായിട്ട്. വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഊബർ ഓണാക്കാം. ഊബർ എന്തോ റിസർവേഷൻ വന്ന് കിടക്കുന്നുണ്ട്. ഊബർ ഓണായി. റാപ്പിഡോയും ഓണായിട്ടുണ്ട്. യാത്രി ഓണായിട്ടുണ്ട്. ഊബറിൽ എന്തോ റിസർവേഷൻ കിടക്കുന്നുണ്ട് കേട്ടോ. എവിടുന്നാ നോക്കട്ടെ. പള്ളിക്കരന്ന് ആലുവക്കാണ് 258. അത് നടക്കൂല, പള്ളിക്കരയാണ്. എപ്പോഴാണ് സമയം? എപ്പോഴാണ്? 7:30 പറയാൻ പറ്റില്ല. 6:06 ഇപ്പോൾ സമയം. അപ്പോൾ ഏതായാലും ഊബറൊക്കെ ഓണാക്കിയിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ ഈ വീൽ കപ്പ് ചെറുതായിട്ട് പോന്നിട്ടുണ്ട്. അത് ചിലവരിങ്ങനെ വണ്ടിയുമ്പോൾ പോകുമ്പോൾ ചില ബൈക്കുകാർ പറഞ്ഞിട്ടുണ്ട് വീൽ കപ്പ് പോരാനായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ശരിയാക്കണം. എന്നിട്ട് വണ്ടി എടുത്തിട്ട് നമ്മളെ ചായ സ്പോട്ടിലേക്ക് പോവാം. സമയം 6:13 വണ്ടി കുറച്ച് ക്ലീൻ ആക്കാണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഓടുന്ന കിലോമീറ്റർ ബിയിൽ 0 ആക്കിയിട്ടുണ്ട്. 159 കിലോമീറ്ററാണ് ഇന്നലെ ഓടിയത്. ഇന്ന് രാവിലെ നീച്ച് കുളിച്ച് മാറ്റി ഇറങ്ങിയത് വെറുതായി. ആദ്യം കുറേ മുതലാളി സംസാരിച്ച് കുറേ സമയം കളഞ്ഞ് 6:30 അപ്പോൾ നമുക്കൊരു പേഴ്സണൽ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ചെറിയ ട്രിപ്പ് ഇൻഫോ പാർക്കിലേക്കാണ്. അപ്പോൾ ഊബറൊക്കെ ഓഫ് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് ഓണാക്കാം. ഒന്നല്ലെങ്കിൽ ആംബിയൻസിൻ്റെ അവിടെ പോകും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ എടച്ചിറ ജംഗ്ഷനിൽ പോയിട്ട് അവിടുന്ന് ഓണാക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ ഒരു അത്ഭുതകരമായ ഡ്രൈവിംഗ് ഉണ്ട്. നമ്മൾ ഇന്ന് ഇങ്ങോട്ട് റൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ എന്താണെന്നോ, നല്ലൊരു ഷോർട്ട് കട്ടാണ്. മെയിൻ റോഡ് വഴി പോകണ്ട. പക്ഷെങ്കിൽ നമ്മളെ ഒരു വണ്ടിക്ക് പോകാൻ പറ്റുന്ന കറക്റ്റ് റോഡാണ്. അത് ഈ മതിലും കൂടി നോക്കിയാൽ മനസ്സിലാവും കുറേ വരകൾ. അപ്പോൾ ഇതിൽ കൂടി പോകുമ്പോൾ എന്താണെന്നോ, ഒരു ഓപ്പോസിറ്റ് ബൈക്കിന് പോലും പോകാനുള്ള സ്ഥലമില്ല. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഹോൺ അടിക്കണം. അപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. ഇടയ്ക്കൊക്കെ എനിക്ക് 2-3 ബൈക്കുകളെ കിട്ടിയിട്ടുണ്ട്. അവർ ചെറുതായിട്ട് എങ്ങനെയൊക്കെ കൊതുക്കി തരുമ്പോൾ ഇപ്പോൾ പോകും. പിന്നെ ഈ പോസ്റ്റ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഒരു വില്ലാണ്. അപ്പോൾ അവിടുന്ന് വണ്ടി ഇറങ്ങും. ഇതുണ്ടോ? അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ റോഡ് വലുതായിട്ടുണ്ട്. നമുക്ക് നേരെ ഇൻഫോ പാർക്കിലേക്ക് പോവാം. ഒരു സാധനം കൊണ്ടു കൊടുക്കാനാണ്. ചെറിയൊരു ട്രിപ്പാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. വണ്ടിയിൽ ആളില്ല. അത് നമ്മൾ ഇൻഫോ പാർക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇൻഫോ പാർക്ക് സാധനം കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും ഊബർ ഓണാക്കാം. ഒരു ദിവസം 2 വട്ടം ഊബർ ഓണാക്കാം അല്ലേ. ഇപ്പോൾ സമയം 6:47 ആയിട്ടുണ്ട് കേട്ടോ. വല്ലാണ്ടായിട്ടൊന്നുമില്ല. 30:30 നമ്മൾ ഓഫ് ചെയ്ത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ചെറിയൊരു മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ മഴ ഉണ്ടായിരുന്നില്ല. നല്ല കാറ്റായിരുന്നു, നല്ല അടിപൊളി കാറ്റായിരുന്നു. ഇനിയിപ്പോൾ ചായ കുടിക്കണം. ചെറിയ വിശപ്പുണ്ട്. പഴത്തിൽ ഒതുങ്ങുമോ നോക്കാം നമുക്ക് ആദ്യം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻഫോ പാർക്കിൻ്റെ അവിടെ നിന്ന് ചായ കുടിക്കാം. ജസ്റ്റ് നമ്മൾ എടച്ചിറ ഭാഗത്തേക്ക് ഇറങ്ങിയപ്പോൾ നമുക്കൊരു ട്രിപ്പ് ആയിട്ടല്ല, മാച്ചായിട്ടാണ് വന്നത്. 7.9 കിലോമീറ്റർ പിക്കപ്പും 11.2 കിലോമീറ്റർ ഡ്രോപ്പും 217 രൂപ മുരളി. വിളിച്ച് പറയട്ടെ, രാവിലത്തെ ഇങ്ങനത്തെ ലാഭമില്ലാത്ത ട്രിപ്പൊക്കെ എടുത്തു കഴിഞ്ഞാലേ പിന്നെ ഇന്നത്തെ ദിവസം പോകും. വിളിച്ച് പറയാൻ മതി. ഹലോ ചേട്ടാ, ഊബർ ഡ്രൈവറാണ്. നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ക്യാൻസൽ ചെയ്ത് ബുക്ക് ചെയ്യോ? അതല്ല, പിക്കപ്പ് 11 കിലോമീറ്റർ ഉണ്ട്. അല്ല, 9 കിലോമീറ്റർ. ഓക്കെ, ഏതായാലും ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പിക്കപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആദ്യം വരുന്നില്ലെന്നാ ചോദിച്ചാൽ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ദേഷ്യം വരും. പിന്നെ എന്തിനാ അടുത്ത് ചോദിക്കും. പിക്കപ്പിന്റെ കാര്യം അത് അവർക്ക് നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. ക്യാൻസൽ ചെയ്യട്ടെ. മുരളിയാണ്, മുരളി. നമ്മൾ കറക്റ്റ് ഒലിവ് കലിസ്റ്റ ഉണ്ടത്. ഒലിവ് കലിസ്റ്റ. ഇവിടുന്ന് ജസ്റ്റ് ഇവിടെ തിരിയാണ്ട് ജസ്റ്റ് കയറിയപ്പോത്തിന് നമുക്ക് ട്രിപ്പ് അടിച്ച് എല്ലാം റിവേഴ്സ് ഇട്ടിട്ട് എടുത്ത് നമ്മളെ റൂമിൻ്റെ ഏകദേശം എടുക്കാണ്. തൃക്കാക്കര എന്ന് കണ്ടത്. തൃക്കാക്കര എടപ്പള്ളി 160 രൂപയുടെ എന്തോ ട്രിപ്പാണ് ജസ്ന. ഏതായാലും നമുക്ക് ലാഭമായി. ഗ്രൗണ്ടിൽ കൊണ്ട് ഇടാൻ പറ്റിയില്ല. ഫസ്റ്റത്തെ ട്രിപ്പ് 300 മീറ്ററിൽ പിക്കപ്പ് ഇട്ട്. ഒലിവ് കലിസ്റ്റ. നമ്മൾ ജസ്റ്റ് അരേവട് എന്നുള്ള മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോൾ ചെയ്യാം. അസ്ട്ര ടവറിലാണ്. അസ്ട്ര ഇവിടെ കുറേ ടവറിൻ്റെ പേരാണ്. അസ്ട്ര, അരിസ്റ്റ, അങ്ങനെ ഓരോ കോൾ കട്ടായല്ലോ. എന്ത് പറ്റി? ഇതിലാണ് ഈ ഡാറ്റ കോളും ഇല്ല.
അപ്പോൾ എന്ത് ചെയ്യും, ഇനിയിപ്പോൾ ആൾ വരട്ടെ, അല്ലാണ്ട് വേറെ വഴിയില്ല. നമ്മളിപ്പോഴേ മട്ടാഞ്ചേരി ഒരു മ്യൂസിയത്തിലാണുള്ളത്. അവിടേക്ക് ഊബറിൽ ട്രിപ്പ് അടിച്ചു. നേരത്തെ ഊബർ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ കറക്റ്റ് തൃക്കാക്കര എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചു നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അത് നമ്മൾ ഊബറിൻ്റെ ട്രിപ്പ് ഡ്രോപ്പ് ചെയ്യുന്നതിൻ്റെ ഏകദേശം അടുത്തായിരുന്നു, 150-200 മീറ്ററിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ റാപ്പിഡോ എടുത്തിട്ട് നേരെ നോർത്ത് പോയി. നോർത്ത് നമ്മൾ നേരെ ഇങ്ങോട്ട് പോന്നപ്പോൾ മട്ടാഞ്ചേരിക്ക് ഒരു ട്രിപ്പ് അടിച്ചു ഊബറിൽ. അതിപ്പോൾ ഡ്രോപ്പ് ചെയ്തു. ഇനിയിപ്പോൾ നേരത്തെ തന്നെ റാപ്പിഡോയിൽ റീചാർജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ റേഞ്ച് പോയല്ലോ, ഇവിടെ റേഞ്ചില്ല കേട്ടോ. അതാണ് അയാൾ ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാൻ ചെയ്തിട്ട് നേരെ റോട്ടിലേക്ക് ഇറങ്ങിപ്പോയി, ഇതുണ്ടോ, എന്നിട്ടാണ് പേയ്മെൻ്റ് ആയത്. അപ്പോൾ ഇവിടെ റേഞ്ചില്ല, ഒറ്റ റേഞ്ചില്ലാണ്ടോ. പുറത്തിറങ്ങട്ടെ. ഇപ്പോൾ ഒരു യാത്രയിൽ ട്രിപ്പ് അടിച്ചില്ല, ഞാൻ എടുത്തു. പിന്നെ അത് തോപ്പുംപടിയിലാണ് പിക്കപ്പ്, 4 കിലോമീറ്റർ. അപ്പോൾ 9 മിനിറ്റ് ആവും എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ക്യാൻസൽ ചെയ്ത്. അപ്പോൾ ഇനി റീചാർജ് ചെയ്യട്ടെ, എന്നിട്ട് അടുത്ത ട്രിപ്പ് അടിക്കണം. നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, മാച്ച് ട്രിപ്പ് അടിച്ചത് ഒരു 1.5 കിലോമീറ്റർ പിക്കപ്പിൽ. ഇനി 400 മീറ്ററും കൂടി ഉള്ളൂ. വൈറ്റിലേക്കാണ്, 230 രൂപയുടെ എന്തോ ട്രിപ്പാണ്. അപ്പോൾ റാപ്പിഡോ ഒക്കെ റീചാർജ് ചെയ്തു. റേഞ്ച് കിട്ടണ ഏകദേശം ആ ഭാഗത്തേക്ക് എത്തിയപ്പോൾ ട്രിപ്പ് അടിച്ചു. പിന്നെ അപ്പം ഇനി ഏതായാലും ആളെ പിക്കട്ടെ. അരുൺ വൈറ്റിലെ ഹബ്ബാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ആ ട്രിപ്പും കഴിഞ്ഞു. ആ ബ്ലാക്ക് ഗേറ്റിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. പിന്നെ 223 രൂപയാണ് ആ ട്രിപ്പിന് കിട്ടിയ നമുക്ക്. 8:09 അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 8:50 33 മിനിറ്റ് എടുത്തു നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിരുന്നു. കുണ്ടന്നൂർ പാലം ഞാൻ കരുതി വല്ല വണ്ടി എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടാവും കരുതി. കാരണം ആ പാലം കംപ്ലൈൻറ്റ് ഉണ്ടാകുമ്പോൾ മാത്രമേ ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ബ്ലോക്ക് ഉണ്ട്, നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ 595 രൂപക്ക് ഓടിയുണ്ട്. പിന്നെ റാപ്പിഡോയിൽ ഒരു 200 രൂപക്ക് ഓടിയുണ്ട്. അങ്ങനെ 700-800 രൂപ ആയി. ഇനി വൈറ്റില ഭാഗത്തേക്ക് പോകും. അത് ജനത ഭാഗത്താണ്, വൈറ്റില ജനത എന്ന സ്ഥലത്താണത്. 3 മണിക്കൂറായിട്ടോ. ഇപ്പോൾ നമ്മൾ ഹൈക്കോർട്ടിൻ്റെ അവിടെയാണുള്ളത്. നമുക്ക് ഇതാണ് ആ തൈക്കുടം ഭാഗത്തേക്ക് ട്രിപ്പ് അടിച്ചത്, വൈറ്റിലേക്ക്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ എടപ്പള്ളിക്ക് ഒരു ട്രിപ്പ് അടിച്ചു. മെയിൻ റോഡിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് അവിടേക്ക് ഒരു ട്രിപ്പ് അടിച്ചു. അവിടുന്ന് നേരെ നമുക്ക് മാമംഗലം അടിച്ചു, എളമക്കര. അവിടുന്ന് എളമക്കരന്ന് നേരെ മറ്റേ കച്ചേരിപ്പടി ചിറ്റൂർ ഭാഗത്തേക്ക് അടിച്ചു. അവിടുന്ന് നമുക്ക് യാത്രയിലൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 150യുടെ. അതാണ് ഈ ഹൈക്കോർട്ടിൻ്റെ അവിടെ എത്തിയത്. അങ്ങനെ ഇപ്പോൾ ടോട്ടൽ ഒരു 1400-1500 ആ റേഞ്ച് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഹൈക്കോർട്ടിൽ ബാക്ക് സൈഡിൽ ഒരു നല്ലൊരു ഊണ് കട ഉണ്ട്. സമയം 11 മണി ആയിട്ടുള്ളൂ, എന്നാലും കുഴപ്പമില്ല. അവിടെ അടിപൊളി ഊണും നല്ല മീൻ ഫ്രൈയും കാര്യങ്ങളുണ്ട്. നല്ല ഫേമസ് കടയാണ്. അപ്പോൾ ഞാൻ വിഷ്ണുവിനെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാളും കൂടെ അവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു, കഴിച്ചിട്ട് നീങ്ങാൻ. ഫുഡൊക്കെ കഴിച്ച് ഒരു അരമണിക്കൂർ ഞങ്ങളിങ്ങനെ വർത്താൻ പറയുന്നതിനിടയിൽ അവനൊരു 100 രൂപയുടെ മാച്ച് ട്രിപ്പ് അടിച്ചു. എനിക്കൊരു 250 രൂപയുടെ ഒരു ചിറ്റേത്തുകാർ അടിച്ചിട്ടുണ്ട് തുതിയൊരു ഭാഗത്തേക്ക്. പക്ഷെ ആളടുത്ത് എത്തിയിട്ടുണ്ട്, ആൾ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ചെറിയ റോഡുമാണ്, വണ്ടികൾ ഓപ്പോസിറ്റ് വന്നാൽ സൈഡ് കൊടുക്കാനും സ്ഥലമില്ല. ഇങ്ങനത്തെ ഗ്യാപ്പ് എന്നൊക്കെ ഈ കസ്റ്റമർ ആൾ ഇങ്ങനെ വരുമ്പോൾ ലേറ്റ് ആകുമ്പോഴാണ് പ്രശ്നം വരാവൂ. 2 വണ്ടികൾ വരുന്നുണ്ട്. നമ്മളെ ട്രിപ്പ് കഴിഞ്ഞിട്ടോ, അത് ഈ ഒരു ഹോട്ടലിലേക്കായിരുന്നു. എന്തോ പുതിയതായിട്ട് എന്തോ വരുന്നൊരു ഹോട്ടലാണ്. അപ്പോൾ അവിടേക്കായിരുന്നു ഡ്രോപ്പ്. ഒരു ഹിന്ദിക്കാരനായിരുന്നു. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 100 മീറ്റർ പോയാൽ ആംബിയൻസ് ഉണ്ട്. ആംബിയൻസ് പോയിട്ട് ഒരു ചായ കുടിക്കണം, ഒന്ന് മൂത്രമൊഴിക്കണം. അവിടെ ടോയ്ലറ്റ് ഉണ്ട് ആംബിയൻസിൽ. അപ്പോൾ ഏതായാലും അവിടെ പോയിട്ട് ഒക്കെ ചെയ്യട്ടെ. നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് സൗത്ത് ചിറ്റൂർക്ക്. ആസ്റ്ററിൻ്റെ അവിടേക്കാണെന്ന് തോന്നുന്നുണ്ട്. ഒരു ജോമോളാണ്. ഒരു 130 മീറ്ററും കൂടി ഉണ്ട്. 286 രൂപ ഉണ്ട് കിലോമീറ്ററിന് 15 രൂപ വെച്ചിട്ട്. സമയം നല്ല ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ എടുത്തു. ഇനിയിപ്പോൾ കൊണ്ട് ഇതാക്കട്ടെ, വേറെ ട്രിപ്പൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ. അത് ജോമോളാണ് ബുക്ക് ചെയ്തത്. പക്ഷേങ്കിൽ ജോമോളെ 2 കുട്ടികളായിരുന്നു ഡ്രോപ്പ് ചെയ്യാൻ. അപ്പോൾ കുറച്ച് അപ്പുറത്തായിരുന്നു അവരെ ഡെസ്റ്റിനേഷൻ ഉണ്ടായത്. അപ്പോൾ ഞാൻ വീട്ടിലേക്കായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 272 രൂപയാണ് നമുക്കതിന് കിട്ടിയത്. 330 ടോട്ടൽ വാങ്ങി. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ റിവേഴ്സ് ഇട്ടപ്പോൾ എനിക്കൊരു ട്രിപ്പ് അടിച്ചു. 5.4 കിലോമീറ്റർ പിക്കപ്പ്, 200 രൂപയുടെ ട്രിപ്പാണ്. 11 കിലോമീറ്റർ, 17 മിനിറ്റ് ഉണ്ട് പിക്കപ്പ്. ഭയങ്കര നഷ്ടമാണത്. അപ്പോൾ ഞാനെന്തായാലും പോകണില്ല, അത് വിളിച്ചു പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യിപ്പിക്കട്ടെ. പെരും മഴയാണ്. നമ്മൾ അവിടുന്ന് തുടങ്ങിയപ്പോൾ ഉള്ള മഴയാണ്. അപ്പോൾ ഏകദേശം ആ ട്രിപ്പിന് നമുക്ക് എടുത്ത സമയം 53 മിനിറ്റ് കണ്ടോ. 53 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അതായത് ഒരു മണിക്കൂർ എടുത്തു നമുക്ക് 272 രൂപ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇങ്ങനെ ഓടിയാൽ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ഏതായാലും ഞാൻ ഈ ട്രിപ്പ് ഓടുന്നില്ല. 17 കിലോമീറ്ററാണ് നമ്മൾ ഓടിയത്. 272 17 272 17 16 രൂപ വെച്ചിട്ട് കിലോമീറ്ററിന് കിട്ടി. പക്ഷേങ്കിൽ ഒരു മണിക്കൂർ എടുത്ത സമയം.
അപ്പോൾ ഏതായാലും ഇങ്ങനത്തെ ട്രിപ്പ് ഇനി ഓൾറെഡി നടക്കൂല, അതുകൊണ്ട് ഞാൻ ആ ട്രിപ്പ് എടുക്കുന്നില്ല. എന്തോ ഒരു ക്രിസ്റ്റിയാണ് പേര്, ക്രിസ്റ്റി. ഞാനിവിടെ ഒരു അമ്പലത്തിൻ്റെ എന്തോ ഒരു ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ, അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ടായിരുന്നു വണ്ടി. അപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, റാപ്പിഡോയിലാണ് അടിച്ചിട്ടുള്ളത്. ഒരു ശ്രീജിത്ത് 2.4 കിലോമീറ്റർ ഉണ്ട്. വന്നപ്പോൾ 1.7 എന്ത് തേങ്ങ. ഏതായാലും പോയി പിക്കട്ടെ. എടപ്പള്ളിക്കാണ് 209 രൂപയുടെ ട്രിപ്പ്. നമ്മളെ റാപ്പിഡോൻ്റെ ട്രിപ്പ് കഴിഞ്ഞ് ആള് ആസ്റ്റർമഡ് സിറ്റിയിൽ നിന്നായിരുന്നു നമുക്ക് പിക്കപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എത്താൻ നേരത്ത് ഊബർ ഓണാക്കിയപ്പോൾ നമുക്ക് ഊബറിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ചെറിയ ട്രിപ്പാണ്. അപ്പോൾ ആളെ പിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലിജി എന്നാണ് പേര്, ലിജി. അപ്പോൾ മറ്റാളെ കുറേ കഥകളൊക്കെ കേട്ട് ഇങ്ങനെ പോരായിരുന്നു. അങ്ങോട്ട് പോയ ഊബർ ഡ്രൈവർ കുറച്ച് ടെററായിരുന്നു പറഞ്ഞ്. അപ്പുറത്തെ റോഡിൻ്റെ അപ്പുറം കൊണ്ടുപോയി നിർത്തി, എന്നിട്ട് ഇങ്ങോട്ട് വരൂല എന്നൊക്കെ പറഞ്ഞു ചൂടായി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കുറേ മഴയൊക്കെ കൊണ്ടെന്നൊക്കെ പറഞ്ഞു. അതിന് കുറേ ചീത്തരൻ്റെ കഥകളും പിന്നെ വേറെ കുറേ കഥകളൊക്കെ പറഞ്ഞ് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഞാൻ ആളെ പോയി പിക്കട്ടെ, ലിജി. ആ ട്രിപ്പ് ഇവിടെ ഒരു ഫ്ലാറ്റിലേക്കായിരുന്നു, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഏകദേശം അടുത്തായിരുന്നു. 177 രൂപയുടെ ട്രിപ്പാണ്, 34 മിനിറ്റ് എടുത്ത്. 250 രൂപ വാങ്ങിയിട്ടുണ്ട്. 9.81 കിലോമീറ്റർ മറ്റേ ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ CNG കഴിഞ്ഞിട്ടോ, കുറേ പെട്രോളിലാണ് പോകുന്നത്. ഞാൻ കഴിഞ്ഞ ട്രിപ്പ് ലുലുമാൾ നിൽക്കുന്നതിന് മുമ്പ് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു എടപ്പള്ളിയിൽ നിന്ന് CNG അടിക്കാമെന്നുള്ള വിചാരത്തിലായിരുന്നു. പിന്നെ ഞാൻ എന്തോ മറന്നിട്ട് ഊബർ ഓണാക്കി അടിച്ച് കഴിഞ്ഞ് ഞാൻ ലുലുമാളിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ യൂട്ടൺ അടിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ കിട്ടിയത് CNG അടിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും CNG കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ അടുത്തുള്ള പമ്പ് ഹൈക്കോർട്ടിൻ്റെ അവിടെ ഒരു പുതിയ പമ്പ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ CNG ഉണ്ടോയെന്ന് അറിയില്ല. 2 ദിവസമായിട്ട് അവിടെ CNG ഇല്ലയെന്ന് പറഞ്ഞ്. ഇല്ലാന്നുണ്ടെങ്കിൽ ജനതാ പമ്പിലേക്ക് പോകേണ്ടി വരും. ഇപ്പോൾ കുറച്ചായി പെട്രോളിൽ പോയിരുന്നു. ചിലപ്പോൾ പമ്പിലേക്ക് എത്തുമ്പോൾ ഇതിനൊരു കട്ടിമ്പാടെ പോകും പെട്രോൾ. അങ്ങനെ നമ്മൾ ജനതാ പമ്പിലേക്കാണ് വന്നത്. CNG അടിച്ചിട്ടുണ്ട്. 726 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ 188 കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു. കുറവാണ്. നമ്മൾ നേരെ CNGക്ക് മാറ്റാം. CNGക്ക് മാറിയിട്ടുണ്ട്. CNG അടിച്ചതിന് ശേഷം നമുക്ക് വേറെ ട്രിപ്പൊന്നും അടിച്ചില്ല. ഞാൻ ഊബർ ഓൺ ചെയ്തിട്ടില്ല, ബ്ലോക്ക് ആയതുകൊണ്ട്. അപ്പോൾ യാത്രയിലും ട്രിപ്പ് അടിച്ചു 150യുടെ, അത് കിട്ടിയില്ല. 2 വട്ടം അടിച്ചു. അപ്പോൾ നമുക്ക് ഊബർ ഓണാക്കാം. എന്നിട്ടൊരു 4:30 ഇപ്പോൾ സമയം. ഒരു 5:15 ആകുമ്പോൾ ഊബർ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇവിടുന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് അണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് മനസ്സിലൊരു ഇത്. അപ്പോൾ പിന്നെ ഊബറും പാടെ ഓണായിട്ടുണ്ട്. ചെറിയ ട്രിപ്പ് എടുത്ത് നീങ്ങി കഴിഞ്ഞിട്ട് ഊബർ ഓഫ് ചെയ്യാം. നമുക്ക് ഊബർ ഓണാക്കി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഊബർ വേഗം ഓഫ്ലൈൻ ആക്കുന്നുണ്ട്. റാപ്പിഡോ സന്ദീപാണ്, സന്ദീപ്. എവിടെ നിന്നാണ് നോക്കട്ടെ. പിക്കപ്പ് 1.4 കിലോമീറ്റർ ഉണ്ട്. പിക്കപ്പ് 5 മിനിറ്റാണ്. ബാക്കോട്ടാണ്. അപ്പോൾ ഇവിടെ യൂട്ടൺ അടിച്ചിട്ട് ബാക്കോട്ട് പോകണം. അത് നമ്മളെ മമ്മൂട്ടിൻ്റെ വീടിൻ്റെ ആ ഭാഗത്തേക്കാണ് കേട്ടോ. ആ റോഡാണിത്. കറക്റ്റ് ഇവിടുന്ന് ഈ റോഡ് കയറിയിട്ട് ലെഫ്റ്റ് കയറുമ്പോഴാണ് മമ്മൂട്ടിൻ്റെ അവിടേക്ക് പോണ റോഡ്, വീട്ടിലേക്ക് പോണ റോഡ്. ചിലപ്പോൾ ഈ റോഡാവാൻ ചാൻസ് ഉണ്ട്. ആ റോഡിൻ്റെ എൻഡാണ് മമ്മൂട്ടിയുടെ വീട്. ഏതായാലും പോയി പിക്കട്ടെ. സന്ദീപ് നമ്മളെ പറ്റിച്ചു ഗൈസ്. ഈ കാറിൻ്റെ അവിടെ നിന്നാണ്ടോ ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്, ആ ചെക്ക നിൽക്കണ അവിടെ, ആ വണ്ടി വരുന്നത് അവിടെയാണ് തിരിയേണ്ടത്. അവിടുന്ന് പിന്നെ ഒരു 600 മീറ്റർ എന്തോ ഉള്ളൂ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ 2 യൂട്ടൺ അടിച്ചു നമ്മൾ ഈ തിരക്കിൻ്റെ അടിയിൽ കൂടി. ചങ്ങായി ക്യാൻസൽ ചെയ്തു. അതിന് നമുക്ക് വല്ലതും കിട്ടുമോ? ഇല്ല. ലാസ്റ്റ് ഓർഡർ 0 ആയി കിടക്കാണ്. ഏകദേശം അടുത്തേക്ക് എത്തണമായിരിക്കും, അതുകൊണ്ടായിരിക്കും കിട്ടാത്തത്. ചിലപ്പോൾ അവൻ ബുക്ക് ചെയ്യും. അവൻ ബുക്ക് ചെയ്യട്ടെ, നമ്മളെന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഊബർ വീണ്ടും രക്ഷപ്പെടുത്തി. നമുക്ക് ട്രിപ്പ് അടിച്ചിരിക്കണ ഇവിടുന്ന് അറിയോ, വിഭീഷണ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഊബർ. മാച്ച് ട്രിപ്പാണ് വന്നത്. സൽക്കാര എക്സ്പ്രസ്. നമ്മൾ ഇത്രയും നേരം പാർക്ക് ചെയ്തതിന് പാർക്കിംഗ് ഗ്രൗണ്ടാണ് അവരുത്, സൽക്കാര എക്സ്പ്രസ്. അവിടെ നിന്നാണ് നമുക്ക് ട്രിപ്പ് അടിച്ചത്. കുഴപ്പമില്ല, ഓരോ ട്രിപ്പിൽ നമുക്ക് പിക്കപ്പ് ദൂരം വേണമല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ അവിടുന്ന് നേരത്തെ തന്നെ ഈ ട്രിപ്പ് അടിക്കണമെന്നുണ്ടെങ്കിൽ 0 കിലോമീറ്റർ ആയിരിക്കും. കുഴപ്പമില്ല. 2 യൂട്ടൺ അടിച്ച് വന്ന് ഇപ്പോൾ അടുത്ത് വിഭീഷ് അടിച്ചിട്ടുണ്ട്. ഇതുണ്ട് നമ്മൾ കസ്റ്റമർ ഓടുന്നത്. പിന്നെ 154 രൂപയാണ് കിട്ടിയത്. 188 എത്ര ഉണ്ടായിരുന്നു. ഇത് നമ്മൾ അത്യാവശ്യം 16 മിനിറ്റ് കൊണ്ട് എത്തിയിട്ടുണ്ട്. വല്ലാണ്ട് ബ്ലോക്ക് കിട്ടിയില്ല. 7.56 കിലോമീറ്റർ. ഇത് ഓൺലൈൻ ട്രിപ്പാട്ടോ, ക്യാഷ് കളക്ട് ഇല്ല. അപ്പോൾ നമ്മളെ ടോട്ടൽ 1929 ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വാലറ്റിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ടാവും. അതിന് 120 ഇങ്ങോട്ട് കിട്ടാനാണ്, ക്യാഷ് ഔട്ടാണ്. അപ്പോൾ ഇവർ പാരഗണിൻ്റെ ടീമുകളാണ്, പാരഗൺ ഗ്രൂപ്പിൻ്റെ ആൾക്കാരാണ്. പാരഗൺ, പിന്നെ സൽക്കാര എക്സ്പ്രസ്. അപ്പോൾ ഏതായാലും ഇനി അടുത്ത ട്രിപ്പ് എടുക്കട്ടെ. വിനീത തിയേറ്ററാണ് അവിടെ കാണുന്നത്. ചിലപ്പോൾ അവിടെ ആറാട്ടണ്ണൻ ജയിലിലാണല്ലേ. നമ്മളെ അലൻ ജോസ് പെരേര ഉണ്ടാവും മണി. നമ്മളെ വിഷ്ണുവിൻ്റെ വണ്ടിയിൽ ഇന്ന് ഓൻ കയറി പറഞ്ഞു, അലൻ ജോസ് പെരേര കയറി എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് കയറിയപ്പോൾ ചോദിച്ചിക്കത്ര എന്നെ അറിയില്ലേ, സെലിബ്രിറ്റിയാണ്. അപ്പോൾ ഏതായാലും പിന്നെ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. ഊബർ ചിലപ്പോൾ ഓഫ്ലൈൻ ആക്കും,
നമുക്കൊരു 100 രൂപയുടെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. 106 രൂപ നമുക്ക് കിട്ടിയ ഏണിങ്സ്. 134 നമുക്ക് കിട്ടിയ ഏണിങ്സ്. 106 അവരെ നിന്ന് വാങ്ങിയത്. അവർക്ക് ഊബറിന്റെ വക പ്രൊമോഷൻ എന്തെങ്കിലും ഉണ്ടാവും. 4.27 കിലോമീറ്റർ നമ്മൾ ഓടി 13 മിനിറ്റ് കൊണ്ട് എത്തി. അവര് ലാംഗ്വേജ് കണ്ടിട്ട് മലപ്പുറംകാരാണ്. അവര് ഇവിടെ അല്ല, ഇവിടെ കറങ്ങാൻ വന്നതാന്ന് തോന്നുന്നുണ്ട്. അതിൽ പെണ്ണുങ്ങൾ രണ്ടുപേരും ഇവിടെ ഉള്ളതായിരിക്കും. ഹോസ്റ്റലിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്നൊക്കെ കോൾ ചെയ്യുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അവർ പിക്ക് ചെയ്യണത് മെട്രോ സ്റ്റേഷന്റെ മുമ്പ് നിന്നാണ്. അപ്പം എനിക്ക് അവിടെ ഓപ്പണിംഗ് ഇല്ല, വണ്ടിയിൽ കയറാൻ പറ്റില്ല. അപ്പം ഞാൻ ചോദിച്ചു നോക്കി അവിടെ നിന്ന് കയറാൻ പറ്റുമോ ചോദിച്ചു. ആന്നൊക്കെ പറഞ്ഞു. വണ്ടി വരുമ്പോൾ അവർക്ക് കയറാൻ പറ്റണില്ല, മുമ്പിൽ മതിലുണ്ട്. എനിക്കറിയാം അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് അവർ മതിലൊക്കെ എടുത്താടി വണ്ടി കയറി ഈ ട്രിപ്പ് അവിടെ ക്ലോസ് ചെയ്തു. ഞാൻ പറഞ്ഞു ഇവിടെ ഇല്ലേ ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല ഇവിടെ ഇല്ല ചോദിച്ചു. അവൻ ചോദിച്ചു ബാറാണോ ചോദിച്ചു. അവിടെ ബാറെന്നാ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡെസ്റ്റിനേഷന്. ആ ബാറാണ് പറഞ്ഞു. അപ്പം എന്നോട് ബാർ അറിയില്ല ചോദിച്ചു. ഇല്ല എനിക്കിവിടെ അറിയില്ല പറഞ്ഞു. അതൊരു ഉൾഗ്രാമത്തിലാണ്, ആ പോണേക്കര ഉള്ളിലൊക്കെയാണ് കൊണ്ടുപോയിട്ടിരിക്കണേ. അപ്പോൾ ഒരു ബാറ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എടപ്പള്ളിയിലൊരു ബാറുണ്ട് പറഞ്ഞു, പത്തടിപ്പാലത്തിൻ്റെ അവിടെ. അപ്പോൾ പത്തടിപ്പാലം മെട്രോൻ്റെ അടുത്തുള്ള ബാറിൻ്റെ അവിടെയാണ്. അപ്പോൾ ഒന്ന് അങ്ങോട്ട് വിടുക ചോദിച്ചു. അപ്പോൾ ഊബറിൽ റേറ്റ് നോക്കുമ്പോൾ 190 ഉണ്ട്. 190 മറ്റുമ്പാടെ കൂടി 300 രൂപ വാങ്ങിയിട്ട് ഞാൻ ഇവിടെ ആക്കി. അപ്പോൾ 190 പേഴ്സണൽ ട്രിപ്പായി. 2 പെൺകുട്ടികളും 2 ചെക്കന്മാരും. അപ്പോൾ അവർ അടിക്കാൻ വന്നിക്കാണ്. എൻജോയ്മെൻ്റ് ആണ്, ഫുൾ എൻജോയ്മെൻറ്റ്. ഏതായാലും ഇപ്പോൾ ഇവിടെ 190 പേഴ്സണൽ ട്രിപ്പും കഴിഞ്ഞിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഊബർ ഞാൻ ജസ്റ്റ് ഓഫ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഓണാക്കണില്ല. ഇനി റാപ്പിഡോ ഓണാക്കാം, റാപ്പിഡോ യാത്ര ഓണാക്കാം. അത്യാവശ്യം ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്, വല്ലാണ്ട് നമുക്ക് ബ്ലോക്ക് കിട്ടിയിട്ടില്ല ഈ ട്രിപ്പിന്. ഏതായാലും കുഴപ്പമില്ല, നമുക്ക് റാപ്പിഡോ യാത്ര മാത്രം ഓണാക്കാം. റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 230 മീറ്റർ കേട്ടോ. ഒരു പ്രത്യേക പേരാണ്, അസ്ഗറോ റാപ്പിഡോ. 224 രൂപ ഉണ്ടാവും, 8 കിലോമീറ്റർ. ആളെ പോയി പിക്കട്ടെ. കുറച്ച് യൂട്ടൺ അടിച്ചിട്ടാണ് കേട്ടോ. അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിന്നാന്ന് തോന്നുന്നുണ്ട്, കിൻഡർ ഹോസ്പിറ്റൽ എന്നാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ യൂട്ടൺ അടിക്കാനാണ് കാണിക്കുന്നത്. ഇവിടെ കണ്ടോ ജസ്റ്റ് ഒരു യൂട്ടൺ കാണുന്നുണ്ട്. ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ. നല്ല സമയം എടുത്തു, 6:38 സമയം. അത് കഴിഞ്ഞപ്പോൾ റാപ്പിഡോ വീണ്ടും ഒരു ട്രിപ്പ് അടിച്ചു. 2 കിലോമീറ്റർ പിക്കപ്പും 2 കിലോമീറ്റർ ഡ്രോപ്പ് എന്നുള്ള രീതിയിൽ 140 രൂപയുടെ ഒരു നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ ആളെടുക്കാൻ ഇനി 2 കിലോമീറ്ററും കൂടി ഉണ്ട്. അല്ല 3.5 കിലോമീറ്റർ അല്ല 2 കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ യൂട്ടൺ ഉണ്ട്, അത് മാപ്പിൽ കാണാത്തോണ്ടാ. അപ്പോൾ എന്തൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഐ ആം അറ്റ് കാണാല്ല പോയി. അപ്പോൾ ഏതായാലും ആളെ പോയി പിക്ക് ചെയ്യട്ടെ. നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. നല്ല ബ്ലോക്ക് ഉണ്ട്. നമ്മളെ കസ്റ്റമർ ആട്ടാ പോകുന്നത്. 2 പേരുണ്ടായിരുന്നു. 143 150 ചെയ്തിട്ടുണ്ട് ആള്. 150 ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ട്. ഈ ട്രിപ്പിന് നമുക്ക് എടുത്ത സമയം എത്ര സമയം? 15 മിനിറ്റ്. കഴിഞ്ഞ ട്രിപ്പിന് എടുത്തത് അടുത്ത ട്രിപ്പ് ഇത് അടിപൊളിയാണ്. 171 രൂപ 3 കിലോമീറ്ററിന്. മഹേഷ്. ഓക്കെ ഞാൻ ഈ ട്രിപ്പും പാടെ കഴിഞ്ഞിട്ടേ ക്ലോസ് ചെയ്യണമെന്ന് എഴുതിയിരുന്നു. കാരണം നല്ല ബ്ലോക്ക് കൂടി പോകുന്നുണ്ട്. ഇതെന്തായാലും ലാഭമാണ്. 170 രൂപ 3 കിലോമീറ്റർ. ഇവിടെ തന്നെയാണ്, റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ്. എന്തായാലും വിളിച്ചു നോക്കട്ടെ. ഇപ്പോൾ വന്ദേ ഭാരത് വന്നിട്ടുണ്ട്, അതിൻ്റെ തിരക്കാണിത്. ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ. ആ പോകുന്ന ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും പിന്നെ ഓരൊരു മകനും നല്ല അടിപൊളി കസ്റ്റമർ ആയിരുന്നു. 171 ആയിരുന്നു. അപ്പോൾ 190 ഇട്ടിട്ടുണ്ട്. ലാസ്റ്റത്തെ 2 കസ്റ്റമറും നല്ല അടിപൊളി കസ്റ്റമർ ആയിരുന്നു. ടിപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ട്രിപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സെറ്റാട്ടോ. പക്ഷേങ്കിൽ നല്ല സമയം എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ട്രിപ്പിന് എടുത്ത സമയം 3.33 കിലോമീറ്ററിനാണ് 171 രൂപ. 20 മിനിറ്റ് എടുത്തു. 171 ഹരിക്കണം 3 ഒരു 4 കൂട്ടിക്കോ. 4 കിലോമീറ്റർ 42 രൂപ വെച്ചിട്ടാണ് കിലോമീറ്ററിന് കിട്ടിയത്. ഇത് 4 കിലോമീറ്റർ കേട്ടോ. 3.3 കിലോമീറ്റർ ഉള്ളൂ. 42 രൂപ വെച്ചിട്ട്. ഇങ്ങനെ ഊബർ ഒരിക്കലും തരൂല നമുക്ക്. ഇതെന്താന്നോ, ഇത് കസ്റ്റമർ ടിപ്പ് ആഡ് ചെയ്തിട്ടുണ്ടോ? ഈ ഓൾറെഡി ഈ ട്രിപ്പിൽ ടിപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ട്രിപ്പ് എടുക്കാക്കുമ്പോഴേ ഈ റാപ്പിഡോയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. കസ്റ്റമറിന് വീണ്ടും ഇങ്ങനെ 10-20 രൂപ വെച്ചിട്ട് ഇങ്ങനെ കൂട്ടാൻ പറ്റും. ആ സെയിം ട്രിപ്പിൻ്റെ റേറ്റ് തന്നെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ടായതുകൊണ്ട് നല്ല ഉപകാരമാണ്. 171 രൂപ കിട്ടി 3 കിലോമീറ്ററിന്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇത് പാലാരട്ടം സിഗ്നലാണ്. അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു, 20 മിനിറ്റ് ഉണ്ടായിരുന്നു. എന്നാലും 42 രൂപ വെച്ചിട്ടാണ് കിലോമീറ്ററിന് കിട്ടിയത്. അത്യാവശ്യം നല്ല റേറ്റ് കിട്ടിയിട്ടുണ്ട്. സമയം ഇപ്പോൾ 8:23 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഊബർ ഓണാക്കി വെക്കാം. ബ്ലോക്കും കാര്യങ്ങളും മാറിയിരിക്കണമെന്നറിയില്ല. ഇനി ഇന്നലത്തെ പോലെ ഇപ്പോൾ ബ്ലോക്കിൻ്റെ ട്രിപ്പ് അടിക്കുമെന്നറിയില്ല. ഏതായാലും ഓണാക്കിയിട്ടുണ്ട്. റാപ്പിഡോയും ഓണാക്കിയിട്ടുണ്ട്. യാത്ര ഓണാക്കാം. ഇപ്പോൾ റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചു. ഒരു ബിന്ദു 180 റുപ്പി ഉണ്ട്. മറൈൻ ഡ്രൈവിലേക്കാണ്.
അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഊബർ ഓഫ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഊബറിൽ ട്രിപ്പ് അടിച്ചു വിനീത്. ഇത് വാഴക്കാലക്കുമാണ് നമ്മളെ റൂമിൻ്റെ ഏകദേശം ഭാഗത്തേക്ക്. അപ്പോൾ ഊബർ ക്യാൻസൽ ചെയ്യൽ ചടങ്ങാണ്, റിസ്ക്കാണ്. അപ്പോൾ നമുക്ക് റാപ്പിഡോ ക്യാൻസൽ ചെയ്യാം. വലിയ മനസ്സൊന്നുമില്ല, കിലോമീറ്ററും കുറവ് ഇതിനാണ്, ക്യാഷ് കൂടുതൽ ഇതിനാണ് റാപ്പിഡോൻ്റെ. ഇതിപ്പോൾ ഞാൻ കുഴപ്പമില്ല, ഇത് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ മൈ ഓർഡർ, അതർ ക്യാൻസൽ. ഇനി നമ്മൾ ഇതിനെ മറ്റേ ഇയാളുടെ പേരെന്താ, വിനീതിനെ പിക്കാൻ പോകുമ്പോൾ വിനീത് ക്യാൻസൽ ചെയ്താൽ നമുക്ക് വളരെ നഷ്ടമാവും. ഞാൻ പോയി വണ്ടി എടുക്കട്ടെ, 1 കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തി. സമയം 9:43 ആയിട്ടുണ്ട്. നമ്മൾ ഒരു 9 മണിയാകുമ്പോൾ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഹോട്ടലിൽ പോയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇപ്പോൾ റൂമിലേക്ക് എത്തി. ഇന്നിപ്പോൾ നമ്മൾ ഓടിയത് 201 കിലോമീറ്റർ ഓടി. അപ്പോൾ ഇനി 6 ഘട്ട CNG ഉണ്ട് നാളേക്കൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ടോട്ടൽ ഏൺ ചെയ്തത് ഊബറിൽ 2223 രൂപക്ക് ഏൺ ചെയ്തു. 2223 പ്ലസ് ഒരു 190 നമുക്ക് പേഴ്സണൽ ട്രിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ടോട്ടൽ ഒരു 50 രൂപ ടിപ്പ്, എല്ലാ ടിപ്പും പാടെ കൂടിയിട്ട്. പിന്നെ യാത്രയിലൊരു 150, റാപ്പിഡോയിൽ 953 രൂപയും. അപ്പോൾ ഇന്ന് നമ്മൾ ടോട്ടൽ ഏൺ ചെയ്തത് 3566 രൂപ. 201 കിലോമീറ്ററിൽ 3566 രൂപ. അപ്പോൾ ഇനി നാളെ കാണാം.